പത്തനംതിട്ട G&G സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു. പ്രതികളായ ഗോപാലകൃഷ്ണൻ നായർ, ഗോവിന്ദ് ജി നായർ എന്നിവരാണ് തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത്. ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പ്രവീൺ, നേരത്തെ പ്രതികൾ കീഴടങ്ങിയ സമയത്ത് തന്നെ നിക്ഷേപകർ അവിടെ എത്തുകയും പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നല്ലോ. ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണോ? എന്താണ് തുടർ നടപടികൾ? വിനീത, പത്തനംതിട്ട തെള്ളിയൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന G&G ഫിനാൻഷ്യൽസ് ഉടമകളാണ് മുങ്ങിയത്. കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഇവരെപ്പറ്റി യാതൊരു വിവരവും ഇല്ലായിരുന്നു. നിക്ഷേപ തുക മടക്കി കിട്ടാത്തതിനെ തുടർന്ന് നിക്ഷേപകർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പരാതി നൽകിയിരുന്നു. ഈ 4 പേരെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ പോലീസ് ചേർത്തിട്ടുള്ളത്. ഗോവിന്ദ് ജി നായർ, ഗോപാലകൃഷ്ണൻ നായർ, സിന്ധു വി നായർ, ഒപ്പം ലക്ഷ്മി. ഈ 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 2 പ്രതികളാണ് ഇപ്പോൾ തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിൽ ഇന്ന് രാവിലെ കീഴടങ്ങിയത്. ഈ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറത്തിറക്കിയിരുന്നു. ഗോവിന്ദ് ജി നായർ, ഗോപാലകൃഷ്ണൻ നായർ എന്നിവരാണ് ഇപ്പോൾ തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത്. അതിനുശേഷം പോലീസ് ഈ 2 പ്രതികളെയും കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപകരുടെ പരാതി ലഭിച്ചിട്ടുള്ളത്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 112ഓളം പരാതികളാണ് ഈ പ്രതികൾക്കെതിരെ ലഭിച്ചിട്ടുള്ളത്. 300 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഇപ്പോൾ വന്നിട്ടുണ്ട്. 400 പേരിലധികം ആളുകളിൽ നിന്നാണ് ഈ നിക്ഷേപ തുക സ്വീകരിച്ചിരുന്നത്. 10 ലക്ഷം മുതൽ 1 കോടിയിലധികം രൂപ വരെ നിക്ഷേപിച്ചവർ ഇക്കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ മാസം അവസാനം വരെ പലിശ നൽകിയിരുന്നു. 16% പലിശയാണ് ഇതിന്റെ ഉടമകൾ ഇവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്, നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. ഒരു ഘട്ടത്തിൽ ഈ നിക്ഷേപകർ സമരവുമായി എത്തുകയും പിന്നീട് നിക്ഷേപകരെ വിളിച്ചുകൂട്ടിയ ഒരു യോഗമൊക്കെ നേരത്തെ ചേർന്നിരുന്നു. അന്ന് നിക്ഷേപ തുകയുടെ 2%